ട്രേഡിംഗ് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലെങ്കിൽ ഒരുപാട് വർഷം നമുക്ക് മാർക്കറ്റിൽ വേസ്റ്റ് ആയി പോകും. ഒരുപാട് പേരുടെ ഒരുപാട് ടൈം അങ്ങനെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദേ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ ഈ പറയാൻ ശ്രമിക്കുന്ന ഒരു ഉദാഹരണത്തിലൂടെ എല്ലാവർക്കും പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന ചെറിയൊരു കാര്യമാണ്. ഈ കാണുന്ന രണ്ട് ബാർ എല്ലാവരും കണ്ടോ? ഇത് ക്യാൻഡിൽ സ്റ്റിക്ക് ഒന്നുമല്ല. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി എല്ലാവർക്കും ഓരോരുത്തർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡ്രോ ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഈ കാണുന്ന റെഡിനെ, ഈ കാണുന്ന റെഡ് ബാർ കണ്ടോ? താണ്ട് ഈ ഒരു ബാർ, ഇതിനെ ഒരു സെല്ലേഴ്സ് ആയിട്ട് കണക്കാക്കുക. മാർക്കറ്റിലുള്ള സെല്ലേഴ്സ് ആയിട്ട്, അതായത് മാർക്കറ്റിന് വിൽക്കാനായിട്ട്, മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരായിട്ട് കണക്കാക്കുക ഈ ഒരു റെഡിനെ. ഓക്കെ, അവരുടെ എണ്ണത്തെയാണ് ഈ സൂചിപ്പിക്കുന്നത്. ഇനി ഈ ഒരു ഗ്രീൻ കണ്ടോ? ഈ ഒരു ഗ്രീൻ, ഈ ഒരു ഗ്രീൻ ബാറിനെ മാർക്കറ്റിലുള്ള ബയേഴ്സ് ആയിട്ടും കണക്കാക്കാം. ഓക്കെ, ഇതൊരു ബയേഴ്സിന്റെ എണ്ണമാണ് എന്ന് കണക്കാക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, സ്കിപ്പ് ചെയ്ത് പോകരുത്, മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. കേട്ടോളൂ. ഇവിടെ ഈ ഒരു ബയേഴ്സിന്റെ എണ്ണം കണ്ടോ? ഈ ഒരു ബയേഴ്സിനെ നോക്കി. ഈ ബയേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് സെല്ലേഴ്സിനെ സംബന്ധിച്ച്, ഈ ഒരു സെല്ലേഴ്സിനെ കണ്ടോ? സെല്ലേഴ്സിനെ സംബന്ധിച്ച് എത്രയുണ്ട്? ഏകദേശം ഒരു മൂന്നിരട്ടിയൊക്കെ ഉണ്ട് അല്ലെ? മൂന്നിരട്ടിയെങ്കിലും ഉണ്ട് ഏകദേശം. കൃത്യം കണക്കൊന്നും വേണ്ട, കാണുമ്പോ എന്താ തോന്നിയെന്ന് നോക്കിയാൽ മതി. ഏകദേശം ഇരട്ടി എന്ന് പറയുമ്പോൾ ഇത്രയും വരും. ഇത് ഏകദേശം മൂന്നിരട്ടി കണ്ടോ? അപ്പൊ ഏകദേശം ഈ പറയുന്ന സെല്ലേഴ്സിന്റെ മൂന്നിരട്ടി ഉണ്ട് ഇവിടെ ബയേഴ്സ് അല്ലെ? മൂന്നിരട്ടിയോളം ഉണ്ട് ബയേഴ്സ്. ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. സ്കിപ്പ് ചെയ്യാതെ വളരെ നന്നായിട്ട് പഠിച്ചാല് ഒരുപാട് വർഷം മാർക്കറ്റിൽ സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ആരും പറഞ്ഞു തരത്തില്ല, ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു കുറവാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പോ ഈ ഒരു ഡേറ്റ മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇനി അതവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഇനി അടുത്തത് ഈ ഒരു ഡേറ്റ ഒന്ന് നോക്കി. ഈ കാണുന്ന ഡേറ്റ ഒന്ന് നോക്കി. ഇതിപ്പോ ഞാൻ പറയാതെ തന്നെ പലർക്കും ഇത് ഊഹിക്കാം. ഈ കാണുന്ന ബയ്യിങ് എന്താണ്? ഇത് ബയ്യേഴ്സിന്റെ എണ്ണമാണ്. ഈ കാണുന്നത് ബയ്യേഴ്സിന്റെ എണ്ണമാണ്. ഈ കാണുന്ന റെഡ് എന്താണ്? ഈ കാണുന്ന റെഡ് എന്ന് പറയുന്നത് സെല്ലേഴ്സിന്റെ എണ്ണമാണ്. ഇവിടെ ആർക്കാ സ്ട്രെങ്ത് കൂടുതല്? ഈ മാർക്കറ്റില് ആർക്കാ സ്ട്രെങ്ത് കൂടുതല്? ഈ കാണുന്ന മാർക്കറ്റില് സെല്ലേഴ്സിനാണ് അല്ലെ? എന്തുകൊണ്ടാണ്? സെല്ലേഴ്സിന്റെ എണ്ണം കണ്ടോ? സെല്ലേഴ്സിന്റെ എണ്ണം ബയ്യേഴ്സിനെ അപേക്ഷിച്ച് ഏകദേശം മൂന്നിരട്ടിയുണ്ട്. അവര് മൂന്നിരട്ടി. ഇവര് 10 ഉണ്ടെങ്കിൽ, ഇവിടെ 10 ബയ്യേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം 30 സെല്ലേഴ്സ് ഉണ്ട്. അപ്പൊ സെല്ലേഴ്സ് ഇവിടെ സ്ട്രോങ് ആണ്. ഇനി ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്തേ. ഇത് എന്തിലേക്കാണ് വരുന്നതെന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഞാൻ പിന്നീട് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. ഈ ആദ്യത്തെ മാർക്കറ്റില്, അതായത് ഈ ഒരു മാർക്കറ്റില് ഇവിടെ ബയ്യേഴ്സ് ആയിരുന്നു സ്ട്രോങ് അല്ലെ? ഇവിടെ ബയ്യേഴ്സ് ആയിരുന്നു സ്ട്രോങ്. ബയ്യേഴ്സിന് ഏകദേശം സെല്ലേഴ്സിന്റെ മൂന്നിരട്ടി സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഈ രണ്ടാമത്തെ മാർക്കറ്റില് സെല്ലേഴ്സ് ആണ് സ്ട്രോങ് അല്ലെ? ഇവിടെ സെല്ലേഴ്സ് ആണ് സ്ട്രോങ്. അവർക്ക് ബയ്യേഴ്സിനേക്കാൾ മൂന്നിരട്ടി സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് മാർക്കറ്റിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത്, ഈ രണ്ട് മാർക്കറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, കോമൺ ആയിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട് ഇവർക്ക് രണ്ടുപേർക്കും. ഇവിടെ ഒരു ക്ലിയർ ഡോമിനേഷൻ ഉണ്ട്. അതായത് ഒരാളെ സംബന്ധിച്ച് മറ്റേ ആള് രണ്ടോ മൂന്നോ ഇരട്ടി അധികമുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ഡോമിനേറ്റഡ് മാർക്കറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ ഒരു കംപ്ലീറ്റ് ഡോമിനേഷൻ എന്ന് നമുക്ക് പറയാം. മൂന്നിരട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഡോമിനേഷൻ. അതായത് ഇവിടെ കണ്ടോ, ഇവിടെ ഈ ബയേഴ്സിന്റെ മൂന്നിരട്ടി ഉണ്ട് ഈ കാണുന്ന സെല്ലേഴ്സിനാണ്. അപ്പൊ ഇതും ഇവിടെ എന്തുണ്ട്? ഡോമിനേഷൻ ഉണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ അടുത്തൊരു സിറ്റുവേഷൻ കാണിക്കാം. ഇതൊന്ന് നോക്കി. ഇവിടെ എന്താ നേരത്തെ വന്നതെന്നുള്ള ഒരു വ്യത്യാസം എന്താണ്? ഇവിടെ ഏകദേശം ബയേഴ്സ് ഇതാ ഇത്രയുള്ളത്, ഏകദേശം അത്രയും തന്നെ സെല്ലേഴ്സ് ഉണ്ട്. ഇവിടെ ചെറിയൊരു ഡിഫറൻസേ ഉള്ളു അല്ലെ? ഇവിടെ എന്തില്ല? ക്ലിയർ ഒരു ഡോമിനേഷൻ ഇല്ലാത്തൊരു മാർക്കറ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ എന്തില്ല? ഡോമിനേഷൻ ഇല്ല. ശ്രദ്ധിക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഈ ഇവിടെ ക്ലിയർ ആയിട്ടൊരു ഡോമിനേഷൻ ഇല്ല. അതായത് ഇവിടെ ആർക്കും ഒരു മേൽക്കൈ ഇല്ല. രണ്ടുപേരും ഏകദേശം നെക്ക് ടു നെക്ക് ഏകദേശം അടുത്തടുത്താണ് നിൽക്കുന്നത്. ഓക്കെ, ചില മാർക്കറ്റിൽ ചിലപ്പോൾ ഇവർ കൂടി നിൽക്കും, ഇവർ അടുത്തേക്കും. എന്നാലും പ്രശ്നമില്ല, കാരണം ഇവിടെ എന്താണ്? ഡോമിനേഷൻ ഇല്ല, രണ്ടുപേരും അടുത്തടുത്ത് നിൽക്കുകയാണ്. ഇനി ഇത്രയും കേട്ടിട്ടുണ്ടെങ്കിൽ ഇനിയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ ഇനി റിയൽ മാർക്കറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന കേസാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ വരകളെല്ലാം ഒന്ന് റിമൂവ് ചെയ്യും, ഡ്രോയിങ്സ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാണ്.
ഇനി റിയൽ ആയിട്ട് നമ്മുടെ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞത്? റിയൽ മാർക്കറ്റ് നമ്മൾ എല്ലാവരും പഠിക്കുന്നതോ പഠിപ്പിക്കുന്നതോ പറഞ്ഞു തരുന്ന ഈ ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചാണ്. അതിന്റെ പിന്നിലെ കുറച്ച് കാര്യങ്ങളാണ് ഈ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ പിന്നിലുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു ഡേറ്റ് എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു ഡേറ്റ് എടുക്കുകയാണ്. പലർക്കും അറിയാവുന്ന ഡേറ്റ് ആയിരിക്കും, ഒരുപാട് പേർക്ക് അറിയാത്ത ഡേറ്റ് ആയിരിക്കും. ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് ഫ്രീ ആണ് കേട്ടോ. ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ട് ഡേറ്റ ആണ്. ഈ ഡേറ്റ ഫ്രീ ആയിട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എന്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ എന്റെ ഗ്രൂപ്പിൽ അടിയനും ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാം. തൽക്കാലം ഇത് എങ്ങനെയാണെന്ന്, 1 രൂപ പോലും ആരും ഈ ഡേറ്റ ഒന്നും കിട്ടാൻ കൊടുക്കരുത്. 1 രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഫ്രീ ആണ്. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ച് കേൾക്കാം. ഈ പറയുന്ന ഇത് നോക്കി, ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഈ കാണുന്ന ഗ്രീൻ കളർ എന്താണ്? ബയേഴ്സിന്റെ എണ്ണമാണ്. റെഡ് കളർ എന്ന് പറയുന്നത് സെല്ലേഴ്സിന്റെ എണ്ണമാണ്. ഇത് മനസ്സിലാക്കാം. ഓക്കെ, ഗ്രീൻ കളർ ബയേഴ്സിനെയും റെഡ് കളർ സെല്ലേഴ്സിനെയും സൂചിപ്പിക്കുന്നത് മനസ്സിലാക്കുക. ഇതിന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇറങ്ങി പറയല്ല. ഒരു സാധാരണ ഒരാൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണം, അതിന് വിഷ്വലി പെട്ടെന്ന് മനസ്സിലാവും. അല്ലാതെ ഇതിനെ അകത്ത് ഇറങ്ങി ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയല്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോ. ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഈ ഗ്രീൻ എന്ന് പറയുന്ന ബയേഴ്സും റെഡ് എന്ന് പറയുന്ന സെല്ലേഴ്സും ആണ്. ഇതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോ ഞാൻ ഈ എടുത്തിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത്, ഓക്കെ, ഇത് ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്. ഇത് ഞാനിപ്പോ എടുത്തിരിക്കുന്ന ഒരു സെൻസിബിൾ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. മറ്റും ഫ്രീ ആയിട്ടുള്ള വേറെ വെബ്സൈറ്റുകളും ഉണ്ട് കേട്ടോ. അപ്പോ അതിലേക്ക് നമുക്ക് ഡേറ്റയുടെ മറ്റു കാര്യങ്ങളിലേക്ക് പിന്നെ പോവാം. ഇപ്പൊ തൽക്കാലം ഇത് മനസ്സിലാക്കാം. ഞാൻ ഈ എടുത്തിരിക്കുന്ന ഈ ഒരു ഡേറ്റ് കണ്ടോ, ഇത് 13 ഒക്ടോബർ. ഇവിടെ കാണാം, ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ് കാണാം. 13 ഒക്ടോബർ 2025 ഡേറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, 13 ഒക്ടോബർ 2025. ഓക്കെ, അപ്പൊ 13 ഒക്ടോബർ 2025 നമ്മൾ എന്താ കാണുന്നതെന്ന് നോക്കാം. ഇൻട്രാഡേയിൽ ഒരു ദിവസത്തെ ഡേറ്റ് ആണ് ഈ കാണുന്നത്, ഒരു മാസത്തെ അല്ല, ഒരു ദിവസത്തെ. 13 ഒക്ടോബർ 2025 മാർക്കറ്റ് അവസാനിച്ചു കഴിഞ്ഞപ്പോ 3:30 നമുക്ക് കിട്ടുന്ന ഡേറ്റ് ആണത്. ഓക്കെ, 3:30 നമുക്ക് എന്താ കിട്ടുന്നത്? ഇത് കണ്ടോ, ഈ ഒരു ലെവൽ കണ്ടോ, ഈ ഒരു ലെവലും ഈ ഒരു ലെവലും കണ്ടോ? എന്താ മനസ്സിലാവുന്നത്? ഈ 3 കണ്ടീഷൻ നോക്കി. ഈ 1, 2, 3 ഈ 3 ഒരു ഡോമിനേഷൻ ഉള്ളത് എവിടെയാണ്? ഇത് 1, ഇത് 2, ഇത് 3. ഡോമിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ഡോമിനേഷൻ എന്ന് വെച്ചാല് ഒരാള് മറ്റൊരാളിനേക്കാൾ വളരെ അധികം കൂടി നിൽക്കുന്ന ഒരവസ്ഥ. അതായത് സെല്ലേഴ്സിനേക്കാൾ ബയേഴ്സോ ബയേഴ്സിനേക്കാൾ സെല്ലേഴ്സോ വളരെ അധികം കൂടുതലുള്ള അവസ്ഥ. ഈ 3 കാരണം മാർക്കറ്റ് നിൽക്കുന്ന റേഞ്ചിന് അടുത്തുള്ള ലെവൽസ് നോക്കുന്നത്. ഈ 3 ഏറ്റവും ഡോമിനേഷൻ ഉള്ളത് ഏത് കേസിലാണെന്ന് നോക്കാം. ഇത് 1, ഇത് 2, ഇത് 3. ഏതിലാണ്? ഓരോന്നായിട്ട് എടുക്കുക. ഇവിടെ ഒരു ഡോമിനേഷൻ ഉണ്ടോ? ഇല്ല. ഇവിടെ ആർക്കും, ഇവിടെ ബയേഴ്സിന് ഡോമിനേഷൻ ഇല്ല, സെല്ലേഴ്സിനും ഇല്ല. കാരണം എന്താണ്? ഏകദേശം അടുത്തടുത്താണ്. ഈ ഡോമിനേഷൻ എന്ന് പറയുമ്പോൾ ഒരാളെ സംബന്ധിച്ച് മറ്റേ ആള് 3 ഇരട്ടിയെങ്കിലും വേണം. 3 ഇരട്ടിയെങ്കിലും വരണം ഏകദേശം, എന്നാലും ഡോമിനേറ്റ്. ഇവിടെ 3 ഇരട്ടി ഉണ്ടോ? റെഡിന്റെ 3 ഇരട്ടി ഉണ്ടോ ഈ ഒരു ഗ്രീൻ ബാർ? ഇല്ല. റെഡിന്റെ 3 ഇരട്ടി ഇല്ല ഗ്രീൻ ബാർ. അപ്പൊ ഇവിടെ ഡോമിനേഷൻ ഇല്ല. ഇവിടെ നോക്കി, ഇവിടെ ഈ ഗ്രീനിന്റെ 3 ഇരട്ടി ഉണ്ടോ റെഡ് ബാർ? ഗ്രീനിന്റെ 3 ഇരട്ടി ഉണ്ടോ റെഡ് ബാർ? ഇല്ല. ഏകദേശം ഗ്രീനിന്റെ കട്ടി ശകലം കൂടെ വലുതേ ഉള്ളൂ. ഇനി അടുത്ത കേസ് നോക്കി, ഈ പറയുന്ന മൂന്നാമത്തെ ഈ ഒരു കേസ് നോക്കി. ഇവിടെ ഗ്രീനിന്റെ ഏകദേശം 4 ഇരട്ടി ഉണ്ടെന്ന് പറയാം. 3 അല്ല, 4 ഇരട്ടി അല്ലെ? 1, 2, 3. ഓക്കെ, 3 4 ഇരട്ടി, എന്തായാലും 3 ഇരട്ടിയിൽ അധികം ഉണ്ട് ഈ ഒരു റെഡ് ബാർ ഗ്രീനിനെ സംബന്ധിച്ച്. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കുക, ഇത് ഏത് ലെവലാണ്? ഇത് നിഫ്റ്റിയുടെ ഡേറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഏത് ലെവലാണ്? അതാണ്ട് ഇവിടെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു എമൗണ്ട് കണ്ടോ? എമൗണ്ട് അല്ല, മാർക്കറ്റിന്റെ ലെവലാണ്. 25,300 എന്ന് പറയുന്ന ഒരു ലെവൽ നമുക്ക് ഇവിടെ കാണാം. അതാണ്ട് ഇവിടെ കാണാം കേട്ടോ. 25,300 അവിടെ നമ്പേഴ്സ് കാണാം. ആ നമ്പേഴ്സ് ഒന്ന് വായിച്ചു നോക്കി. 25,300 റെഡ് എത്ര പേരുണ്ട്? അതായത് സെല്ലേഴ്സ് എത്രയുണ്ട്? 1,53,00,000 സെല്ലേഴ്സ് അവിടെയുണ്ട്. ഇത് ഒരു ദിവസം മാർക്കറ്റ് അവസാനിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇത് പിറ്റേ ദിവസം ഉപയോഗിക്കാനുള്ളതാണ്, അന്നത്തെ ദിവസമല്ല. ഇത് നമുക്ക് 13-ാം തീയതിയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പോണ 14-ാം തീയതിയാണ്. ഇത് നമുക്ക് തലേന്നേ കിട്ടിയ ഡേറ്റ 3:30. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് എവിടെ നിന്നും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കേൾക്കുക. ഈ 25,300 എന്ന് പറയുന്ന ലെവലില് 1,53,00,000
സോറി 1,53,00,000 സെല്ലേഴ്സ് ഉണ്ട്. ബയേഴ്സ് എത്രയുണ്ട്? ഇത് ഇവിടെ നോക്കി 40.75 ലക്ഷം. അതായത് 40 ലക്ഷം എടുത്തോളൂ. ഈ 0.75 വിട്ടേക്കൂ. 40 ലക്ഷം ബയേഴ്സേ ഉള്ളൂ. പക്ഷെ 1.5 കോടി സെല്ലേഴ്സ് ഉണ്ട്. എവിടെയാണ്? 25,300 എന്ന് പറയുന്ന ആ ഒരു ലെവലില്. കണ്ടല്ലോ. ഈ ബാക്കി ഒരു സ്ഥലത്ത് ഇവിടെ ഒന്നും എന്തില്ല? ഡോമിനേഷൻ ഇല്ല. ഇവിടെ ഈ ഒരു 3 റേഞ്ചില് ഡോമിനേഷൻ ഇല്ല. ദൂരെ ഒന്നും പോയി നോക്കരുത് കേട്ടോ. നമ്മൾ ഇൻട്രാഡേയിലൊക്കെ ചെയ്യുമ്പോൾ അടുത്തുള്ള ഇത് സ്റ്റോക്കിൽ നമുക്ക് അല്ലാതെ കുറച്ചൊരു ലോങ്ങിലൊക്കെ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ഇപ്പൊ നമുക്ക് ആദ്യമേ ഇവിടെ നിന്ന് തുടങ്ങാം. ഈ ഒരു ഡേറ്റ് എന്ന് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ ഈ ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പൊ 25,300 1,53,00,000 സെല്ലേഴ്സും ഉണ്ട്, അതായത് റെഡും ഉണ്ട്. വെറും 40 ലക്ഷം ബയേഴ്സേ ഉള്ളൂ. അപ്പൊ അവിടുന്ന് എന്താ മനസ്സിലാവുന്നേ? 25,300 സെല്ലേഴ്സ് സ്ട്രോങ് ആണ്, നല്ല ഡോമിനേഷൻ ഉണ്ട്. ബയേഴ്സിനേക്കാൾ നല്ല ഡോമിനേറ്റഡ് ആണ് സെല്ലേഴ്സ്. ഓക്കെ ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഇതേപോലുള്ള വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് കൊടുക്കുക. കാരണം അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എത്രത്തോളം ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് എന്നതൊക്കെ. ഓക്കെ, ഞാൻ ഇനി നേരെ നമ്മുടെ ചാർട്ടിൽ പോകാൻ പോവുകയാണ്. ഇത് നമ്മൾ 13-ാം തീയതി എടുത്തു വെച്ച ഡേറ്റ് അല്ലേ? ഇത് നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴാണ്? 14-ാം തീയതി, 14th. ഞാൻ 14-ാം തീയതി എടുക്കാൻ പോവുകയാണ്. ഓക്കെ, 14-ാം തീയതി 10, 11, 12. ഓക്കെ, 14-ാം തീയതി 14-ാം തീയതിത്തെ ഡേറ്റ് എടുക്കുകയാണ്. ഓക്കെ, 14-ാം തീയതി ഒക്ടോബർ 14, 2025 മാർക്കറ്റ് ആണ് ഈ കാണുന്നത്. ഓക്കെ, 14-ാം തീയതി എന്താ സംഭവിച്ചേ? നമ്മളിവിടെ ലെവൽ കണ്ടതാണ്. ഏത് ലെവലാണ് സെല്ലേഴ്സ് സ്ട്രോങ്? 25,300 മൂന്നിരട്ടി. ഇത് എല്ലാ ദിവസവും ഈ മൂന്നിരട്ടി വരൂല. ഇത് വരുന്ന ദിവസം ഉപയോഗിക്കാവുള്ളൂ. എല്ലാ ദിവസവും മൂന്നിരട്ടി കിട്ടൂല. ചില ദിവസങ്ങളിൽ മൂന്നിരട്ടിയൊക്കെ വരത്തുള്ളൂ. അപ്പൊ ഈ ദിവസം മൂന്നിരട്ടി ഉണ്ട്. അപ്പൊ മൂന്നിരട്ടി ഉണ്ട്. അപ്പൊ 25,300 എന്ന് പറയുന്ന ലെവൽ ഞാൻ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക, ശ്രദ്ധിച്ചു നോക്കാം. ഒരു സെക്കൻഡ്. 25,300 എന്ന് പറയുന്ന ലെവല് ഏകദേശം ഇതാണ്. 25,300 എന്ന് പറയുന്ന ലെവലാണ് ഈ കാണുന്നത്. ഇവിടെ ഇതാണ് 25,300 എന്ന് പറയുന്ന ലെവൽ. അതിന് നേരെ ഞാനൊരു സോണ് പോലെ മാർക്ക് ചെയ്യാണ്. ഓക്കെ, 25,000 ഇവിടെ കാണാം. ഇവിടെ കാണാം, റൈറ്റ് സൈഡിൽ ലെവൽ കാണാം കേട്ടോ. 25,300, ഒരു 290, 300 ആ ലെവലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ എന്താ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോ സംഭവിച്ചേക്കുന്നത്? നമ്മൾ കണ്ട ഈ ഡേറ്റയിൽ എന്താ കണ്ടേ? 25,300 സെല്ലേഴ്സ് ഡോമിനേറ്റ് ചെയ്യുകയാണ്. അതിന് മുകളിൽ പോകരുത് മാർക്കറ്റ്. കാരണം ഇത്രയും സെല്ലേഴ്സ്, 1.5 കോടി സെല്ലേഴ്സാണ് നിൽക്കുന്നത്. 1.5 കോടി. ബയേഴ്സിന്റെ സ്ട്രെങ്ത് ആകെ 40 ലക്ഷം ഉള്ളൂ. 3 ഇരട്ടിയിലധികം ഉണ്ട്. ഓക്കെ, 3 ഇരട്ടിയിലധികം സെല്ലേഴ്സാണ് നിൽക്കുന്നത്. മാർക്കറ്റ് അവിടെ ഓപ്പൺ ചെയ്തതും അവിടെ നിന്ന് സെല്ലിംഗ് വന്നു. നോക്കി, മാർക്കറ്റ് ആ ഒരു 300ന്റെ അവിടെ നിന്ന് ഓപ്പൺ ചെയ്തത് മാർക്കറ്റ് അവിടെ നിന്ന് ഫോളോ ആയി. നോക്കി, മാർക്കറ്റ് അവിടെ നിന്ന് ഫോളോ ആയി. ഇത് ക്യാൻഡിൽ നോക്കിയാൽ മനസ്സിലാകോ? ഈ ഒരു ഡേറ്റ ക്യാൻഡിൽ സ്റ്റിക്ക് പറഞ്ഞു തരുമോ നമുക്ക്? ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. എത്ര പേരുണ്ട് ഇത്രയും നാള് മാർക്കറ്റിൽ ക്യാൻഡിൽ സ്റ്റിക്ക് മാത്രം നോക്കി ട്രേഡ് ചെയ്യുന്നവര്, അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്കിനെ റിവോൾവ് ചെയ്യുന്നവര്? ക്യാൻഡിൽ സ്റ്റിക്ക് ലൂപ്പിൽ പെട്ടിരിക്കുന്ന എത്ര ട്രേഡേഴ്സ് ഉണ്ട്? 3, 4, 5 വർഷമായിട്ട് ക്യാൻഡിൽ സ്റ്റിക്ക് പഠിക്കുന്നവരാ കൂടുതൽ. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ക്യാൻഡിൽ സ്റ്റിക്ക് അല്ല രണ്ടാമത്, അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക. അതൊന്നും അല്ല മാർക്കറ്റിനെ റൺ ചെയ്യുന്നൊന്നും ക്യാൻഡിൽ സ്റ്റിക്ക് അല്ല. നിങ്ങൾക്ക് എല്ലാവരും അങ്ങനെ ആയിരിക്കും പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെയല്ല പഠിക്കേണ്ടത്. ആദ്യം മാർക്കറ്റിന്റെ പ്യൂർ ഡേറ്റ പഠിക്കുക. മാർക്കറ്റ് റണ്ണ് ചെയ്യുന്ന ബിഗ് പ്ലേയേഴ്സിനെ കുറിച്ച് പഠിക്കുക. അവരുടെ ഡേറ്റ അനലൈസ് ചെയ്യാൻ പഠിക്കുക. അല്ലാതെ മാർക്കറ്റിൽ നിന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. ഓക്കെ, അപ്പൊ 25,300 സെല്ലേഴ്സ് ഉണ്ട്. മാർക്കറ്റ് അവിടെ നിന്ന് ഫോളോ ആയി. ഇനി ഇവിടെ നോക്കി, 25,300 മാർക്കറ്റ് ഫോളോ ആയി. ഇനി മാർക്കറ്റ് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ബൈയിങ് നല്ല രീതിയിൽ ബയേഴ്സ് ഉള്ളത് എവിടെയാണ്? നല്ല രീതിയിൽ ബൈയിങ് ഉള്ള ബയേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന ഏരിയ ഏതാണ്? നോക്കി, ബയേഴ്സ്, അതായത് ഗ്രീൻ ക്യാൻഡില്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഏറ്റവും ഡോമിനേറ്റ് ചെയ്യുന്ന. ഇവിടെ ഗ്രീൻ ഡോമിനേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഗ്രീൻ അല്ല ഡോമിനേഷൻ. ഇവിടെയും ഗ്രീൻ അല്ല ഡോമിനേഷൻ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ജസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ വലുതായി നിന്നാ പോരാ, 3 ഇരട്ടിയെങ്കിലും വേണം. 3 ഇരട്ടിയെങ്കിലും വേണം. ഇവിടെ അതില്ല. പക്ഷെ ഇവിടെ ഉണ്ടല്ലേ. ഈ 25,150 ഏകദേശം റെഡിന്റെ 3 ഇരട്ടി ഇല്ലേ? ഈ പറയുന്ന 25,100 ഇല്ലേ? ഇവിടെയൊക്കെ ബയേഴ്സ് അപ്പൊ ബയേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഏരിയ ഇതാണ്. ബാക്കി ഒരു സ്ഥലത്തും ബയേഴ്സിന്റെ ഡോമിനേഷൻ ഇവിടെ എങ്ങുമില്ല. ഈ 2 സ്ഥലത്താണ് ബയേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ രണ്ടുമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ലെവൽ ഏതാണ്? ആദ്യത്തെ ബയർ ഡോമിനേഷൻ വരുന്ന എവിടെയാണ്? 25,150. അപ്പൊ നമുക്ക് നേരെ ചാർട്ടിൽ പോവാം.
25,150 എവിടെയെന്ന് നോക്കാം. 25,000, ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരു സെക്കൻഡ്. 25,150. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഞാൻ ആ ടൂൾ ഒന്ന് ഓക്കെ. അപ്പൊ ആ ടൂൾ ഒന്ന് സെലക്ട് ചെയ്യാണ്. നമ്മൾ നോക്കേണ്ട ലെവൽ ഏതാണ്? 25,150. 25,150, സോറി, ടൂള് മാർക്ക്. ഓക്കെ, 25,150 മാർക്ക് ചെയ്യാം. 25,150 ഏകദേശം വരുന്ന റേഞ്ച് ദേ ഇവിടെയാണ്. 25,150ലും 25,100ലുമാണ് ബയ്യേഴ്സ് ഏറ്റവും കൂടുതൽ. ആ റേഞ്ചിലാണ് ബയ്യേഴ്സ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. മാർക്കറ്റ് അവിടെ എത്തിയപ്പോ എന്താ സംഭവിച്ചെന്ന് നോക്കി. ആ റേഞ്ചില് ബയ്യേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു റേഞ്ചില്, ഈ ഒരു റേഞ്ചില് മാർക്കറ്റ് എത്തിയപ്പോ എന്താ സംഭവിച്ചെന്ന് നോക്കി. അവിടെ സപ്പോർട്ട് എടുത്തു. ഈ ഡേറ്റ ക്യാൻഡിൽ തരൂല. ഒരു ക്യാൻഡിൽ സ്റ്റിക്കും ഈ ഡേറ്റ തരൂല. കാരണം ക്യാൻഡിൽ സ്റ്റിക്കിൽ അതില്ല. ക്യാൻഡിൽ സ്റ്റിക്കിൽ ഈ ഡേറ്റ ഒന്നും ഇല്ല. അപ്പൊ ഇതൊക്കെ ക്യാൻഡിൽ സ്റ്റിക്ക് എന്നൊക്കെ പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെക്കാട്ടി പ്രായമുണ്ട് ക്യാൻഡിൽ സ്റ്റിക്കിനൊക്കെ. അപ്പൊ ആ ഡേറ്റയിൽ മാത്രമാണ് ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കപ്പെടുന്ന ആലോചിച്ച് നോക്കി. അപ്പൊ ഇനി നോക്കുക, 25,000 നമുക്ക് ആ ഒരു ബയ്യർ സപ്പോർട്ട്, ബയ്യർ ഡോമിനേഷൻ, ബയ്യർ സപ്പോർട്ട്, ചെറിയ ബയ്യേഴ്സ് പോരാ, ബയ്യർ ഡോമിനേഷൻ ഫസ്റ്റ് വരുന്ന ഏരിയ, അവിടെ എത്തിയത് മാർക്കറ്റ് അവിടെ സപ്പോർട്ട് എടുക്കുന്നത് ആ കറക്റ്റ് റേഞ്ചിൽ. എപ്പോഴും റേഞ്ച് ആയിട്ട് മാർക്ക് ചെയ്യുക, ഒരു ലെവലല്ല, റേഞ്ച് ആയിട്ട് മാർക്ക് ചെയ്യുക. ആ റേഞ്ചിൽ മാർക്കറ്റ് എത്തിയപ്പോ കണ്ടോ, മാർക്കറ്റ് പിന്നെ ഫോളോ കണ്ടിന്യൂ ചെയ്തില്ല അവിടെ നിന്ന്. കാരണം എന്താണ്? അവിടെ അത്രയും ബയ്യേഴ്സ് അവിടെ ഉണ്ട്. അവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ? സപ്പോർട്ട് എടുക്കുന്നത് ക്ലിയർ ആണ്. അപ്പൊ ഈ മൂന്നിരട്ടി, ഞാൻ പറയുന്ന റൂള് മറക്കാതിരിക്കുക, മൂന്നിരട്ടിയെങ്കിലും വേണം. സെല്ലേഴ്സിനെ സംബന്ധിച്ച് ബയ്യേഴ്സോ, ബയ്യേഴ്സിനെ സംബന്ധിച്ച് സെല്ലേഴ്സോ മൂന്നിരട്ടിയെങ്കിലും വേണം. മൂന്നിരട്ടിയെങ്കിലും ഉണ്ടെങ്കിലേ നമ്മൾ ഇത് ഉപയോഗിക്കില്ല, അല്ലാതെ യൂസ് ചെയ്യില്ല. പിന്നെ മിനിമം ഒരു കോടിയിൽ എബവെങ്കിലും വേണം. അല്ലാതെ 20 ലക്ഷം 30 ലക്ഷം കോൺട്രാക്ട് പോരാ. 1 കോടി, 1.5 കോടി, 2 കോടി ഇങ്ങനെ വരുന്ന നല്ല എണ്ണത്തിൽ, അതായത് നല്ല ഹൈ വോളിയത്തിൽ, എവിടെയൊക്കെ കാണാം. ഇവിടെ കണ്ടോ, നമ്മൾ നോക്കിയ സപ്പോർട്ടിൽ 1 കോടി ഉണ്ട് സപ്പോർട്ട്. 1 കോടി കോൺട്രാക്ട് ആണ് ബൈയിങ് അവിടെ ഉള്ളത്. ഇവിടെ നോക്കി, 1 കോടി 16 ലക്ഷം ബൈ കോൺട്രാക്ട് ആണ് അവിടെ ഉള്ളത്. ഈ ഡേറ്റ തലേന്ന് കിട്ടുന്നതാണ്. ലൈവ് മാർക്കറ്റിൽ പോലും ഇല്ല, തലേന്ന് കിട്ടും നമുക്ക്. തലേ ദിവസം കിട്ടും, മാർക്കറ്റിന്റെ തലേ ദിവസം കിട്ടും. എത്ര പേര് യൂസ് ചെയ്യാറുണ്ട്? എത്ര പേര് ഈ വീഡിയോ കാണുന്നവർ യൂസ് ചെയ്യാറുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്? ഓക്കെ, അപ്പൊ ഇനി അടുത്തത് വിട്ടേക്ക്, നെക്സ്റ്റ് നോക്കാം. ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. ഒരു ദിവസമല്ല, ഒരുപാട് ദിവസം എടുത്തിട്ട് നോക്കാം. ഇതേപോലെ ഡോമിനേഷൻ ഉള്ള ദിവസങ്ങൾ നോക്കാം. ഇവിടെ ഡോമിനേഷൻ ഉള്ള ഡേ അല്ല, ഇവിടെ ഒരു ക്ലിയർ ഡോമിനേഷൻ അല്ല. കറക്റ്റ് ഡോമിനേഷൻ ഉള്ള ദിവസങ്ങൾ എടുത്ത് നോക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഓക്കെ, ഈ ഒരു ഡേറ്റ നോക്കി, ഇവിടെ എന്തെങ്കിലും ഡോമിനേഷൻ ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ പറയാതെ ഒന്ന് നോക്കാം. ഞാൻ പറയാതെ ഇതിലെവിടെയാണ് ഒരു ക്ലിയർ ഡോമിനേഷൻ വരുന്നതെന്ന് നോക്കാം. ആരെങ്കിലും ഒന്ന് നോക്കി പറഞ്ഞേ. നമുക്ക് ആദ്യം സെന്ററിൽ തന്നെ എടുക്കാം. 25,000 ഇവിടെ ഒരു ഡോമിനേഷൻ ഉണ്ടോ? ബയ്യേഴ്സിനോ സെല്ലേഴ്സിനോ ഡോമിനേഷൻ ഉണ്ടോ? ഇല്ല. ഇവിടെ ബയ്യേഴ്സിനോ സെല്ലേഴ്സിനോ ഡോമിനേഷൻ ഇല്ല. ഇവിടെ ഉണ്ടോ? ഇവിടെ ബയ്യേഴ്സിനോ സെല്ലേഴ്സിനോ ഡോമിനേഷൻ ഉണ്ടോ? ഡോമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മൂന്നിരട്ടി വേണം. മൂന്നിരട്ടി വേണം. ഇവിടെ ആരും ഒരാളിനെ സംബന്ധിച്ച് മറ്റൊരാൾ മൂന്നിരട്ടിയില്ല. ഇവിടെയോ? ഇവിടെയുണ്ട്. ഇവിടെ മൂന്നിരട്ടി ഉണ്ട്. ആരെ സംബന്ധിച്ച്? റെഡ് സെല്ലേഴ്സിനെ സംബന്ധിച്ച് ബയ്യേഴ്സ്, ഈ ഒരു ഗ്രീൻ ബാർ എന്തുണ്ട്? മൂന്നിരട്ടി ഉണ്ട്. ഏകദേശം മൂന്നിരട്ടിയോളം ഉണ്ട്. ആകെ 38 ലക്ഷം കാണ്ട് ഇവിടെ സെല്ലേഴ്സ് ഉണ്ട്. ബയ്യേഴ്സ് എന്ന് പറയുന്ന 1 കോടിയിലധികം ഉണ്ട്. 1 കോടി 2 ലക്ഷം ഉണ്ട്. ഓക്കെ, 1 കോടി 2 ലക്ഷം. അപ്പൊ ഇവിടെ എന്തുണ്ട്? ബയ്യർ ഡോമിനേഷൻ ഉണ്ട്. ഏത് ലെവലാണ്? ആ ലെവല് സ്ട്രൈക്ക് എന്ന് എഴുതിയേക്കുന്നൊന്ന് വായിച്ചു നോക്കി. 25,500, 25,500, 25,500 ബയ്യർ ഡോമിനേഷൻ ഉണ്ട്. ക്ലിയർ ഡോമിനേഷൻ ഉണ്ട് 25,500. ഡേറ്റ് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ ദേ ഇവിടെ കാണുന്ന ഇതല്ല ഡേറ്റ്. ഈ കാണുന്നതല്ല, ദാണ്ട് ഈ കാണുന്ന ഒറ്റ ഡേറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നുണ്ടോ? ഇവിടെ കിടക്കുന്നുണ്ടോ? ഡേറ്റ് ഏതാണ്? 16 ഒക്ടോബർ 2025. 16 ഒക്ടോബർ 2025. ഞാൻ ദേ പോവുകയാണ്. 13, 16. കാരണം എല്ലാ ദിവസവും ഈ ഡോമിനേഷൻ കിട്ടൂല. ഡോമിനേഷൻ എല്ലാ ദിവസവും വരൂല. ഓക്കെ, അപ്പൊ ഇത് 16 ഒക്ടോബർ 2025 ഡേറ്റയാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് 17-ാം തീയതിയാണ്. കാരണം പിറ്റേ ദിവസം ഉപയോഗിക്കുന്നത്, നമുക്ക് തലേന്ന് ഡേറ്റ് കിട്ടും. 16-ാം തീയതി കിട്ടിയ ഡേറ്റ് ഉപയോഗിക്കുന്നത് 17-ാം തീയതിയാണ്. തലേ ദിവസം ഡേറ്റ് കിട്ടുന്ന എന്ത് അഡ്വാൻറ്റേജാ? എന്ത് അഡ്വാൻറ്റേജാന്ന് ആലോചിച്ച് നോക്കി. ഒരു ക്യാൻഡിൽ സ്റ്റിക്കും ഈ ഡേറ്റ ഒന്നും തരാൻ പോണില്ല. ഓക്കെ, അപ്പോ ഇനി അടുത്ത നോക്കാം.
16-ാം തീയതി നമ്മൾ എന്താ കണ്ടേ, 25,500 എന്ന് പറയുന്ന ലെവലില് 1 കോടിയിലധികം ബൈയിങ്, ഇതാണ് ഈ ഒരു ഗ്രീൻ ലെവൽ കണ്ടോ, ഉണ്ട്. 38 ലക്ഷം സെല്ലേഴ്സേ ഉള്ളൂ. അപ്പൊ അവിടെ ആ ഒരു 25,500 ഏത് ലെവലാണെന്ന് നോക്കിയാൽ അതൊന്ന് മാർക്ക് ചെയ്ത്, 25,500. ഇതാണ് 25,500 കണ്ടോ, ഇതാണ് 25,500 എന്ന് പറയുന്ന ലെവല്. ഞാനൊന്ന് മാർക്ക് ചെയ്യാണ്, 25,500. ഇവിടെ കാണാം 500, 520 ആ ഒരു ലെവലാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. അതായത് 500 എന്ന് പറയുമ്പോൾ ഒരു 10-20 പോയിന്റ്, 500, 480 മുതൽ ഒരു 520 ഒരു സോൺ ആയിട്ട്, ഒരു ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യാതെ, ഒരു ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഒറ്റ ലൈൻ നമുക്ക് എപ്പോഴും ലൈൻ എന്ന് പറയുമ്പോൾ ഇതാണ് 500 എന്ന് പറയുന്ന ലൈൻ. 500 ഏതാണ്, ഇതാണ് 500 എന്ന് പറയുന്ന കറക്റ്റ് ലൈൻ. ഇതാണ് ലൈൻ കണ്ടോ. അപ്പോ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കി, ഇവിടെ എന്താ സംഭവിച്ചേക്കുന്ന നോക്കി. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ആദ്യത്തെ ക്യാൻഡിൽ കണ്ടോ, ഒരു വിക്ക് ഇങ്ങനെ മാർക്കറ്റ് ഇവിടെ കാണാൻ തോന്നുന്നു, ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം. കണ്ടോ, മാർക്കറ്റ് ഒരു വിക്ക് മാർക്കറ്റ് ഇങ്ങ് താഴോട്ട് വന്ന് കറക്റ്റ് അവിടെ വന്നപ്പോ മാർക്കറ്റ് മുകളിലേക്ക് പോയി. അതിനെ താഴെ പോവാൻ സമ്മതിക്കില്ല, കാരണം അവിടെ ബയ്യർ ഡോമിനേഷൻ ഉണ്ട്. അവിടെ ഡോമിനേഷൻ എല്ലാ ദിവസവും വരൂല. ഈ ബയേഴ്സ് സെല്ലേഴ്സ് കൂടുന്ന വരും, പക്ഷെ ഡോമിനേഷൻ വരും. ഡോമിനേഷൻ എന്താണ്, മൂന്നിരട്ടി. 1 കോടിയിലധികം കോൺട്രാക്റ്റും വേണം, മൂന്നിരട്ടി. ഒരാളെ സംബന്ധിച്ച് മറ്റേ ആള് മൂന്നിരട്ടിയും വേണം. ഈ ഡേറ്റ തലേന്ന് കിട്ടും, ഈ ഡേറ്റ തലേ ദിവസം കിട്ടും. അവിടെ നിന്ന് എന്താണ്, അവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ബൈയിങ് വന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ നിന്ന് അവിടെ എത്തിയത്, അവിടെ ടാപ്പ് ചെയ്ത് മാർക്കറ്റ് പിന്നെ അവിടെ നിന്ന് ഷൂട്ടപ്പ് ചെയ്ത് പോവുകയാണ്. അവിടെ ആ ഒരു സ്ട്രെങ്ത് ഉണ്ടോ മാർക്കറ്റ്, നേരത്തെ നമ്മൾ കണ്ടതാണിത്. ഷൂട്ടപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. ഇതേപോലുള്ള ഡേറ്റാസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കുക. നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ ഇതുപോലുള്ള ഡേറ്റാസ് പഠിക്കുക. ഇതുപോലുള്ള ബാക്കിയൊക്കെ ക്യാൻഡിലൊക്കെ മറ്റെല്ലാം രണ്ടാമത് മാറ്റിക്കുക. ഇതിൽ മാർക്കറ്റിന്റെ എസൻസ്, മാർക്കറ്റിന്റെ ഉള്ളിരിക്കുന്നത്, മാർക്കറ്റിന്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്, അല്ലാതെ ക്യാൻഡിൽ സ്റ്റിക്കിലല്ല. ക്യാൻഡിൽ സ്റ്റിക്ക് ജസ്റ്റ് ഒരു ഡേറ്റ വന്നു കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ മാർക്കറ്റില് ബിഗ് പ്ലേയേഴ്സ് എടുത്ത പൊസിഷന്റെ റിസൾട്ട് മാത്രമാണ്, അല്ലാതെ അത് ലീഡിംഗ് ആയിട്ടുള്ള ഒരു കാരണമല്ല, ഒരു കാര്യവുമല്ല. ഓക്കെ, അപ്പം നമ്മൾ മാർക്കറ്റിന്റെ പ്യൂർ ഡേറ്റ മനസ്സിലാക്കാൻ, സെന്റിമെന്റ് റീഡ് ചെയ്യാൻ ഇതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ മറക്കരുത്. ഏതെങ്കിലും ദിവസം പോയിട്ട് എന്തെങ്കിലും നോക്കിയല്ല, ഡോമിനേറ്റഡ് ഡേയ്സ് നോക്കുക. അതെ ഇവിടെ കണ്ടോ, ഇവിടെ ഡോമിനേഷൻ ഇല്ലാത്ത ഡേ ആണ്. അടുത്ത ദിവസം കണ്ടോ, ഇത് ഡോമിനേഷൻ ഇല്ല. ഇവിടെ എന്ന് കണ്ടോ, ഇവിടെ ഡോമിനേഷൻ ഇല്ല. ഡോമിനേഷൻ ഇല്ല. ഡോമിനേഷൻ ഇല്ലാത്ത ദിവസമല്ല, ഡോമിനേഷൻ ഉള്ള ദിവസം വരും. ആ ദിവസത്തെ പിറ്റേന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ കറക്റ്റ് ആയിട്ട് ഈ ഡേറ്റ യൂസ് ചെയ്യാൻ പഠിക്കുക. ഇത് എങ്ങനെ യൂസ് ചെയ്യണ്ടേ, എപ്പോൾ, എങ്ങനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ. ഞാൻ ഇപ്പൊ ഇത് പഠിപ്പിച്ചത് ഇതിനകത്ത് കംപ്ലീറ്റ്, ഇത് എത്ര പേര് ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്? ഞാൻ ഈ പറഞ്ഞത് വരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കണ്ടെത്തിയ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? താഴെ ജസ്റ്റ് പറയാം, ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് സ്റ്റുഡന്റ് എന്ന് ജസ്റ്റ് താഴെ കമന്റ് ചെയ്യാം. എനിക്ക് അറിയാനാണ്, മറ്റൊന്നിനല്ല, എനിക്ക് അറിയാനാണ് എത്ര പേര്. കാരണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത്ര എത്തൂല, കാരണം അത്രയും കണ്ടെത്താനുള്ള പേഷ്യൻസ് ഇല്ല. എനിക്ക് ഇത് ഒരു 5 മിനിറ്റിൽ വന്ന് റഷ് ചെയ്ത് പറഞ്ഞു പോകാനൊന്നും പറ്റില്ല. എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്, അറ്റ്ലീസ്റ്റ് കേൾക്കുന്ന പകുതി പേർക്കെങ്കിലും ഇത്തിരി മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് സമയം എടുത്തായിരിക്കും ഞാൻ പറയുന്നത്. ഇത്രയും നേരം ഇത് കണ്ടെത്തി എത്ര പേരുണ്ട്? ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ചെയ്യാം. ഉപയോഗമല്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതിന്റെ കാരണവും പറഞ്ഞോളാം. ഡിസ്ലൈക്ക് ചെയ്യുന്നവർക്ക് ഡിസ്ലൈക്കും ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും പറയുക. കാരണം ഞാൻ മുൻപ് ചെയ്ത വീഡിയോസിന് ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, ഉപയോഗപ്പെടുന്നുണ്ട്, അതിന് അത്യാവശ്യം ആൾക്കാർ ആ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം പേര് അതിനെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാവും അത് ഈ കാണുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്ക്. അത് കാണുന്നവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് നല്ല ഫീഡ്ബാക്ക് വരുന്നുണ്ട്, ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഫീഡ്ബാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല. കാരണം ഞാൻ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് പോലും അല്ല ഇടുന്നത്, എനിക്ക് ടൈം ഇല്ല അതിനുള്ള. കിട്ടുന്ന ടൈമിലാണ് ഞാൻ ചെയ്തിടുന്നത്. എനിക്ക് ഒരുപാട് ഫാൻസി ആയിട്ട് എഡിറ്റ് ചെയ്യാനോ അതിനൊന്നും പറ്റില്ല. ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്ര ഡേറ്റാസ് ഞാൻ പറയും, അത് പോസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ ചുരുങ്ങിയ ടൈമിനുള്ളിൽ ചെയ്യുന്നതാണ്. അപ്പോ അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാര്യവും പറയുക, ഞാൻ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ഡേറ്റാസ് ഇപ്പൊ തന്നെ ഞാൻ ഇത്രയും പറഞ്ഞു തന്നപ്പോ ഇത്രയും ലെങ്ത് ആയി. അപ്പൊ അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ, ഇഷ്ടമല്ല ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. ഗ്രൂപ്പിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നവർക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം. ഞാൻ എന്റെ സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴോ, ഞാൻ എന്റെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴോ ഇതേപോലുള്ള ഡേറ്റാസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് ഇവിടെ നിന്ന് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ഞാൻ ആകെ കുറച്ച് പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലാതെ ക്യാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യലും. എവിടെ പോയാലും എല്ലാവരും ക്യാൻഡിൽ എടുത്ത് വെച്ച് പഠിപ്പിക്കും.
എന്ത് കാര്യത്തിനാന്ന് എനിക്ക് ഇത്ര നാളായിട്ട് അറിയത്തില്ല ക്യാൻഡിൽ ആദ്യമേ പഠിപ്പിക്കുന്നത്. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ ദയവ് ചെയ്ത് ആ ഒരു ലൂപ്പിൽ പോയി വീഴാതിരിക്കുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട്, കാരണം ഇത് കംപ്ലീറ്റ് ഡേറ്റ ഒന്നും ആയിട്ടില്ല. ഇതിനകത്ത് ഇനി ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഡേറ്റ ഞാൻ ഈ പറയുന്നത്. അപ്പൊ പക്ഷെ ഈ ബേസ് പോലും പലർക്കും അറിയില്ല എന്നതാണ്. അതുകൊണ്ടാണ് ബേസിക് എനിക്ക് പറയേണ്ടി വരുന്നത്. ബേസ് ഒന്ന് പഠിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് കണ്ടിന്യൂ ചെയ്യും എന്ന് ഉറപ്പില്ല. കണ്ടിന്യൂ ചെയ്യും എന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.